ഹായ് നമസ്കാരം, എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതുകൊണ്ട് ഇത് നമ്മളുടെ അഗ്രസീവ് ടൂളാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് SMCയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നു. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം പുതിയതായിട്ട് ട്രേഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്തു. ഇന്നത്തെ ദിവസം വേറെ പൊസിഷൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പം ഞാൻ 5 മിനിറ്റാണ് നിൽക്കുന്നത്. നേരെ ഒന്ന് 15 മിനിറ്റ് നോക്കും. എന്താണ് സ്ഥിതി? 15 മിനിറ്റ് അനുസരിച്ച് ഇത് ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡിമാൻഡാണ് അല്ലേ. ഇതൊരു ഡിമാൻഡ് ഏരിയ ആണ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള 2 ടൂൾ അനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇതുണ്ട്. ഇവിടെ ഒരു ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് മാർക്കറ്റിൽ പുൾ ബാക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് എവിടെ നിന്നാണ് ഇടിഞ്ഞത്? ഇവിടെ നിന്നാണ് ഇടിഞ്ഞത്. ഓൾറെഡി ഇവിടെ ഒരു MS താഴേക്ക് തന്നിട്ടാണ് സ്റ്റാർ ലൈനിൽ നിന്നുള്ള റിജക്ഷൻ എടുത്ത് പതിയെ പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടുന്ന് പ്രൈസ് എവിടം വരെയാണ് ഇടിഞ്ഞിരിക്കുന്നത്? ഇവിടം വരെ ഇടിഞ്ഞു അല്ലേ. സോ ഇവിടെ എന്താണ് ഒരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡിൽ നിന്ന് തിരിച്ച് പ്രൈസ് മുകളിലേക്ക് കയറാൻ വേണ്ടി ട്രൈ ചെയ്യുവാണ്. അപ്പോൾ എനിക്കൊരു സേഫ് സോൺ കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സേഫ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ 15 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെയൊക്കെ സ്റ്റാർലിൻ്റെ മുകളിലേക്കാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ബുള്ളിഷ് പ്ലാൻ ചെയ്യും. കാരണം ഓൾറെഡി പ്രൈസ് ഡിമാൻഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ബുള്ളിഷ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടം വരെ പോകാം? നമുക്ക് ഈ MTL വരെ നോക്കാം, അല്ലെങ്കിൽ ഇതിന് മുകളിൽ കാണും 30 മിനിറ്റിൻ്റെ MTL വരെ നോക്കാം. ഓക്കെ, ആ സെയിം ടൈമിൽ നിങ്ങൾക്ക് എന്താണ് നോർമലി ഒരു ഫിബോണാച്ചി ലെവൽ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ പ്രൈസ് വന്നല്ലോ. അപ്പോൾ അതിൻ്റെ 50% റേഞ്ച് വരെ പ്രൈസ് നമുക്ക് അവിടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. 30 മിനിറ്റിൻ്റെയോ അല്ലെങ്കിൽ 15 മിനിറ്റിൻ്റെയൊക്കെ ലെവൽ ഇവിടെ വരും. സോ ഇവിടം വരെ പ്രൈസ് പുൾ ബാക്ക് ആയി അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്? ഓക്കെ, ഇപ്പോൾ കണ്ടുപിടിച്ചു. നമ്മൾ ഇപ്പം സെല്ലായിരുന്നു, നമ്മൾ അടിപൊളിയായിട്ട് മുകളിൽ നിന്ന് സെല്ല് ചെയ്തു. ഇവിടെ നിന്ന് MS വന്നു. ഈ ഏരിയയിൽ നിന്ന് പ്രൈസ് വൺസ് HTFന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ നേരെ 3 മിനിറ്റ് നോക്കിയാലോ നിങ്ങൾക്ക് 5 മിനിറ്റ് നോക്കിയാലോ നിങ്ങൾക്ക് സെൽ പൊസിഷൻ അവിടെ നിന്ന് എടുക്കാനുള്ള ചാൻസ് കിട്ടും. ഓക്കെ, ഇതുകൊണ്ട് ഇവിടേക്ക് MTL ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ക്യാൻഡിലിൽ ഒരു പ്രത്യേക ലൈനിലൊന്നും എൻട്രി കിട്ടത്തില്ല. ഓക്കെ, സോ നമുക്കറിയാമല്ലോ എവിടെയാണ് ഇവിടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യേണ്ടത്. ഒരു പിൻ പോയിന്റ് ലെവലൊന്നും നിങ്ങൾക്ക് ആരും വന്ന് പറഞ്ഞു തരത്തില്ല. അത് പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇനി ഇതിനകത്ത് മൈന്യൂട്ടായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഇപ്പം 3 മിനിറ്റ് വന്ന് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് MTL വന്ന് കഴിയുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് MTL വീണ്ടും ഈ ഏരിയയിൽ നെഗറ്റീവ് ആകുമ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് എൻട്രി മോഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. സംഭവം പറയുന്നത് മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല എടുക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് എന്തിനാണ് വെക്കുന്നത്? സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഉണ്ടല്ലോ ഇതിനകത്ത്. 15 മിനിറ്റ് സ്റ്റിൽ നെഗറ്റീവാണ്. എന്നാലും ഈ ഏരിയയൊക്കെ വരെയുള്ള ഒരു ട്രേഡ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ മിഡിൽ വരെ, ഈ MTLന് മുകളിലേക്ക് വരെ. അതിന് ഇനി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, ഇപ്പോൾ 3 മിനിറ്റിൽ വരിക, നിങ്ങൾക്ക് അവിടെ എൻട്രി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ എൻട്രി കാണാൻ പറ്റും അല്ലേ. എവിടെയാണ്? ഇവിടെ ഒരു എൻട്രി കാണാൻ പറ്റും അല്ലേ, നോക്കിയേ. സോ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളെ. ഇവിടെ നിന്ന് എൻട്രി എടുക്കും. നമ്മളിത് ഇവിടം വരെ ടാർഗറ്റ് വെക്കും. ഓക്കെ,
സോ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾ ഇതുണ്ട്, ഇവിടെ റിജക്ഷൻ എടുക്കുന്നത് നമുക്ക് 3 മിനിറ്റ് നിൽക്കുമ്പം ഇതിൻ്റെ റീസൺ നമുക്ക് ശരിക്കും അറിയത്തില്ല അല്ലേ. ബട്ട് ഇത് 15 മിനിറ്റിൻ്റെ സപ്ലൈ ഏരിയ ആണ്. നോക്കിയാൽ 15 മിനിറ്റിൻ്റെ MT-യിലുണ്ട്. അപ്പം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എടുക്കാം, ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കൂടെ പോകാം. ഓക്കെ, പക്ഷെ നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല, നിങ്ങൾക്ക് ട്രെൻഡ് റൈഡ് ചെയ്യണം. സോ നിങ്ങൾ 3 മിനിറ്റ് അനുസരിച്ച് റൈഡ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 1 മിനിറ്റിൻ്റെ ട്രെൻഡ് എപ്പോൾ ചേഞ്ച് ആകുന്നു അപ്പോഴും ഞാൻ ഇറങ്ങത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെക്കുക. കാരണം നമുക്കറിയാം 15 മിനിറ്റ് അവിടെ സപ്ലൈ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് റിജക്ഷൻ എടുക്കാം. സോ ഞാൻ ഈ ഒരു ട്രേഡ് ഞാൻ ബുക്ക് ചെയ്ത് കാണിക്കാം. $173 ബുക്ക് ചെയ്തു. ഓക്കെ, ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൂളിനകത്തുള്ള ഒരു ജസ്റ്റ് 1 സെറ്റപ്പാണ്. ഓക്കെ, ഇതുപോലെ കുറേ അധികം സെറ്റപ്പുകൾ ഈ ടൂളിനകത്തുണ്ട്. ഈ ടൂളിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയ സെറ്റപ്പും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ എൻട്രി പോയിന്റും എക്സിറ്റും ടാർഗറ്റ് എല്ലാം കാണിച്ചു തരുന്ന സെറ്റപ്പ് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഈ ടൂളിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഒരു ടെലഗ്രാം ചാനലുണ്ടല്ലോ BTCയുടെ, ആ ടെലഗ്രാം ചാനലിലേക്ക് വരുന്ന ഓട്ടോ പൈലറ്റ് മോഡിൻ്റെ എൻട്രി, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ടൂളിൻ്റെ എൻട്രീസ് അതിലേക്ക് അപ്ഡേറ്റ് ആവും. ഓക്കെ, ഈ ഒരു ടൂൾ തന്നെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യും. അത് 15 മിനിറ്റ് ബേസ്ഡാണ് വരുന്നത് കേട്ടോ. 15 മിനിറ്റ് ആൻഡ് 4 ഹവറിൻ്റെ ട്രെൻഡിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനും ട്രേഡ് ചെയ്യുമ്പം കണ്ണും പൂട്ടിയുള്ള ട്രേഡ് അല്ല ചെയ്യുന്നത്. സപ്ലൈ ഡിമാൻഡ് എന്താണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എവിടേക്കാണ് സപ്ലൈ ഉള്ളതെന്നും ഡിമാൻഡ് ഉള്ളതെന്നും നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. നിങ്ങളുടെ ഒരു ടൂൾ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അതെന്താണ്, എങ്ങനെയാണ് അത് അവിടെ വരുന്നതെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.